എന്തെല്ലാം ചങ്ങാതിമാരെ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊരു യാത്ര പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. ഈ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. പിന്നെ അടുക്കളയിലേക്ക് ഞാനങ്ങ് പോയപ്പോൾ ഷഫീൽ ബ്രോ ഉണ്ട് അവിടെ ഈ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ചിക്കന് ഫിഷ് എല്ലാം മുളക് കറക്റ്റ് മസാലയൊക്കെ പുരട്ടി സെറ്റാക്കാണ്. കൂടെ ജംഷീർ മോനും ഉണ്ട്. അപ്പോൾ ഞാനും ഫഹദുമാണ് അവസാനം റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. ബാക്കി എല്ലാവരും താഴെ വെയിറ്റ് ചെയ്യാണ്. താഴെ 3 കാറ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിലാണ് ഞങ്ങൾ പോകുന്നത്. ഫസ്റ്റ് കാറ് ഹബീബ് ബ്രോൻ്റെ ആണ്, സെക്കൻഡ് ഷബീബ് ബ്രോൻ്റെ ആണ്, തേർഡ് ഷമീർ ഖാൻ്റെ കാറുണ്ട്. അപ്പോൾ ടീം ഫുള്ള് സെറ്റാണ്. റൂമിലുള്ള കുറച്ച് പേര് മാത്രമേ ഇല്ലാത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ വിൻ്റർ സീസണാണ്. അപ്പോൾ നല്ല തണുപ്പാണ്, ഒരു സീസണാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും റൂമുള്ളവരും അല്ല ഫാമിലി ആയിട്ടുള്ളവരും കപ്പിൾസും എല്ലാം ഇങ്ങനെ ടെൻ്റ് അടിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഞങ്ങളും പോവുകയാണ്. അപ്പോൾ 2-3 കാറ് ലൈനായിട്ട് തന്നെയാണ് പോകുന്നത്. ഞങ്ങളുടെ കാറിലാണെങ്കിൽ ഞാൻ, ഹബീബ് ബ്രോ, ജംഷീർ മോൻ, സജീർ ബ്രോ, പിന്നെ ഞങ്ങളെ റൂമുള്ള ഇവരെ പമ്പുള്ള വേറൊരു പയ്യൻ, പിന്നെ ഡൂഡ്, ഇങ്ങനെ കുറച്ച് ആളുകളാണ് ഉള്ളത്. അപ്പോൾ പാട്ടൊക്കെ വെച്ച് ഫുള്ള് ഡാൻസൊക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് തന്നെയാണ് പോകുന്നത്. കാരണം നമ്മളുള്ളത് പോകണം പോലെ എന്ന് പറഞ്ഞാൽ ഫുള്ള് വൈബ് തന്നെയാണ്. അപ്പോൾ നേരെ അങ്ങോട്ടുള്ള യാത്രയിലാണ്. പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാനായി ചായക്കട കയറിയപ്പോൾ അവർക്ക് ഞങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സാധനങ്ങൾ എടുത്ത് സഹായിച്ചു. അതിന് മുന്നിട്ടുന്നത് ഷെബീറായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഫാമിലി മാർക്കറ്റിലെത്തി. ഫാമിലി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ഇരുവശത്തും ഒരുപാട് കടകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇവിടെ കാണുന്ന ഈ നേഴ്സറിയിൽ നമ്മളെ നാട്ടിൽ കാണുന്ന ഒരുപാട് ചെടികളെ കാണാൻ സാധിച്ചു. പിന്നെ നേരെ തൊട്ടപ്പുറത്തുള്ള ഫ്രൂട്ട്സ് കട, അവിടെ കയറി ഞങ്ങൾ ഫ്രൂട്ട്സിനൊക്കെ വില ചോദിച്ചു. പിന്നെ അവിടുന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ടെൻ്റ് അടിക്കാൻ നല്ലൊരു സ്ഥലമുണ്ട്, ഈ അങ്ങാടിയിൽ നിന്ന് വലത്തോട്ട് പോയാൽ മതി. പിന്നെ ഞങ്ങൾ കടക്കാരൻ പറഞ്ഞ സ്ഥലം തപ്പി യാത്ര ചെയ്യും. ഇങ്ങനെ ആ സ്ഥലത്തെത്തി. മസാഫി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഈ ദർഗ കൂട്ടിയിട്ട് തീക്കൊക്കെ കത്തിച്ച് അത് സെറ്റാക്കി. മറുവശത്ത് ഓംലെറ്റ് ബ്രെഡ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടീം അവരെ സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. അതിനേരെ അടുത്ത് തന്നെ നമ്മളെ ജുനൈദാണ് മുന്നിട്ട് നിൽക്കുന്നത്. തീക്കാനെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രില്ല് ചുടാൻ വേണ്ടിയിട്ടാണ്. നല്ല ചെമ്മീനും ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് പേര് പാട്ടൊക്കെ പാടുന്നുണ്ട്. നമ്മൾ പാട്ടുകാരെന്നല്ല, നല്ലൊരു വൈബ്. ഇങ്ങനെ ഫുഡൊക്കെ റെഡിയായി. ഞങ്ങൾ ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കി ഭക്ഷണങ്ങളൊക്കെ കൃത്യമായിട്ട് വെച്ചു. അപ്പോൾ ഓരോരുത്തർ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് കഴിച്ചു. ഇനിയാണ് കലാശക്കൊട്ട്. അങ്ങനെ ആ രാത്രിയും കടന്നു പോയി. കുറച്ച് പേരൊക്കെ കിടന്നുറങ്ങുന്നിട്ട് എണീറ്റ ആളുകളൊക്കെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ അടുത്ത ലക്ഷ്യ സ്ഥലത്തിലേക്കുള്ള യാത്രയാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് 5-6 ടണലൊക്കെ കഴിഞ്ഞ് പോവാൻ. അപ്പോൾ ചെറിയ ടണലും വലിയ ടണലും ഒക്കെ ഉണ്ട്. അപ്പോൾ ടണലിലുള്ള കൂടെ യാത്ര ചെയ്ത് പുറത്ത് ചാടി. ചുറ്റിലും മലകളാണ്. ഇതിനിടയിലൂടെയുള്ളൊരു യാത്ര വല്ലാത്ത യാത്രയാണ്. നമുക്ക് ഇത് ഗൾഫാണെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ കോർഫക്കാൻ ബീച്ചിലാണ് എത്തിയത്. അവിടെ സായിപ്പ്മാരൊക്കെ കിടക്കുന്ന സ്ഥലത്ത് ഞങ്ങളൊന്ന് കിടന്നു നോക്കി. പിന്നെ കുളിക്കാനുള്ള പരിപാടിയാണ്. നേരെ വെള്ളത്തിലേക്കും എല്ലാവരും എടുത്ത് ചാടി. കുറച്ച് പേരൊക്കെ ബോട്ട് റേസിങ്ങിന് പോയി. പിന്നെ ഞങ്ങൾ നേരെ തിരിക്കുകയാണ്. അപ്പോൾ നേരെ തിരിച്ച് ഷാർജ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓരോ നിമിഷവും ആസ്വദിക്കുക. ഇങ്ങനെ പറ്റുമെങ്കിൽ യാത്രകളൊക്കെ പോവുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.